ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ എഫേസ്യ ലേഖനം എടുത്തു കഴിഞ്ഞാല് അതിനകത്ത് പൗലോസിന് രണ്ട് പ്രാർത്ഥന നമ്മൾ കാണാറുണ്ട്. ഹല്ലേലൂയ. പ്രധാനമായിട്ടും രണ്ട് പ്രാർത്ഥനകൾ പൗലോസ് അതിനകത്ത് പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമ്മിൽ വ്യാപരിക്കുക അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്ന് തിരിച്ചറിയേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഒന്നാം അധ്യായത്തിന്റെ 15 തുടങ്ങി 19 വരെയുള്ള വാക്യങ്ങളിൽ, 3-ാം അധ്യായത്തിന്റെ 14 തുടങ്ങി 19 വരെയുള്ള വാക്യങ്ങൾ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. രണ്ട് പ്രാർത്ഥനയാണല്ലോ. അപ്പം ഒന്ന് അത്യന്ത ശക്തി തിരിച്ചറിയേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അടുത്തത് ഹല്ലേലൂയ, നമ്മൾ ശക്തിയോടെ ബലപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. രണ്ടും നടക്കുന്നത് ആത്മാവിനാലാണെന്ന് നമുക്കറിയാം, അല്ലേ? ഹല്ലേലൂയ. അപ്പൊ ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്ന? ഒന്ന്, നമ്മൾ വ്യാപരിക്കുന്ന അളവറ്റ ശക്തിയെ തിരിച്ചറിയണം. രണ്ട്, നമ്മൾ അകത്ത മനുഷ്യ ശക്തിയോടെ ബലപ്പെടണം. അകത്ത മനുഷ്യ ശക്തിയോടെ ബലപ്പെടുന്നത് പരിശുദ്ധാത്മാവ് വ്യാപരിച്ച് തന്നെയാണ്. ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധാത്മാവിന് ഹല്ലേലൂയ ആമേൻ രണ്ട് സ്ഥലത്തായിട്ട് ആത്മാവ് നമ്മൾ എന്തിനു വിളിച്ചിരിക്കുന്നു, നമ്മൾ എന്താണ് എന്നെല്ലാമായിട്ട് തിരിച്ചറിയേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അവൻ ദൈവത്തിന്റെ വചനം പറയുന്നത്, ആത്മാവ് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്. ഹല്ലേലൂയ. കാരണം നമ്മൾ എപ്പോഴും നടക്കേണ്ടുന്നത് ആത്മാവിന്റെ വാക്ക് കേട്ടനുസരിച്ചാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ആത്മാവ് പറയുന്നതല്ല പലരും പറയുന്നതൊക്കെ കേൾക്കുന്നത് കൊണ്ടാണ് ഇന്ന് പലയിടത്തും അസ്വാസ്ഥ്യങ്ങളും അടിയും വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. കമ്മിറ്റിക്കാർ പറയുന്നത് കേൾക്കട്ടെ, ഹല്ലേലൂയ, അവിടുത്തെ അധ്യക്ഷന്മാര് പറയുന്നത് കേൾക്കട്ടെ എന്നൊക്കെ പറയുന്നതാണ് അവിടുത്തെ പ്രശ്നം വരുന്നത്. പക്ഷെ ആത്മാവ് പറയുന്നവൻ കേൾക്കാത്തവർ. ഇപ്പൊ നമ്മൾ ആത്മാവിനെ അനുസരിച്ചാണ് നടക്കുന്നതെങ്കിൽ ഹല്ലേലൂയ ഈ സംഭവങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഹല്ലേലൂയ ജീവനുള്ള കല്ലുകൾ ഹല്ലേലൂയ ചേർത്ത് പണിയപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ കല്ലുകൾ ചേർത്ത് നമ്മൾ വീടൊക്കെ പണിയും കട്ടയൊക്കെ ചേർത്ത് കെട്ടത് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ എൻ്റെ വീട് പണി ഫുള്ള് ഞാൻ നിന്ന് ചെയ്യിച്ചതുകൊണ്ട് എനിക്ക് നല്ല അറിയാം. കാരണം നല്ല ചേരുന്ന കട്ടകൾ ഇച്ചിരി ഹൈറ്റ് വ്യത്യാസമൊക്കെ ഉണ്ട്, അതിനൊന്ന് ചെത്തും. ഹല്ലേലൂയ. അതിൻ്റെ ആവശ്യത്തിന് വേണ്ടതായിട്ട് ഇച്ചിരി അധികം ഉണ്ട്, അതിനൊന്ന് മുറിക്കും. എന്നിട്ട് ഇത് രണ്ടുകൂടെ ചേർത്ത് വെച്ചിട്ട് ഇതിൻ്റെ എല്ലാം ഇടയിൽ വെറുതെ കട്ട പിറക്കി അടിക്കുകയല്ല ചെയ്യുന്നത്. അതിൻ്റെ ഇടയിലേക്ക് നമ്മൾ സിമന്റ് കുഴച്ചിട്ട് അതിങ്ങനെ കുത്തി ഇറക്കി നിറച്ച് നല്ല ചേർത്ത് നല്ല സെറ്റാക്കിയ കെട്ടുന്നത്. അപ്പൊ ഇന്ന് സഭ, ദൈവത്തിന്റെ ജീവനുള്ള സഭയെന്ന് പറയുന്ന ഹല്ലേലൂയ ആമേൻ ക്രിസ്തു എന്ന ആ കല്ലിനോട് ചേർത്ത് പണിയുന്ന കല്ലുകളാണ് നമ്മൾ ഓരോരുത്തരും, അല്ലെ? ഈ കല്ലുകൾ എങ്ങനെ ചേരണമെന്ന് വെച്ചാൽ ആത്മാവിനാൽ ചേർത്ത് വെക്കപ്പെടണം. നമ്മുടെ ജഡീകമായ സ്വഭാവത്താലല്ല, നമ്മുടെ ഹൃദയത്തിന്റെ ഇച്ഛകളാലല്ല, നമ്മുടെ ആഗ്രഹങ്ങൾ മൂലമല്ല, പലവിധ ആഗ്രഹത്താലല്ല ഇത് ചേർത്ത് പണിയേണ്ടുന്നത്. ഇത് ചേരേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആത്മാവിനാൽ ഇത് ചേർക്കണം. ഇപ്പൊ നമ്മളിവിടെ ഇരിക്കുന്ന എല്ലാവരും തമ്മിൽ ആത്മാവിനാലുള്ള ഒരു ബന്ധമില്ലെങ്കിൽ, അത് നിലനിന്ന് പോകുന്നില്ലെങ്കിൽ, നമ്മുടെ ഇടയിൽ ആത്മാവ് വ്യാപരിക്കുന്നില്ലെങ്കിൽ ഓരോ മനുഷ്യന്റെ സ്വഭാവങ്ങൾ അവിടെ വ്യാപരിക്കാൻ തുടങ്ങും. ചിലപ്പോൾ ഈഗോ ആയിരിക്കും, ചില ആൾക്കാർക്ക് എന്താ പറയുക നെഗളമായിരിക്കും. ഹല്ലേലൂയ. ചില ആൾക്കാർക്ക് എന്താ പറയുക ഞാനാണ് വലിയ ആളെന്നായിരിക്കും, അല്ലെങ്കിൽ സംതിങ് പലതും വരും. അപ്പൊ അതാണ് അതിൻ്റെ ഇടയിൽ വ്യാപരിക്കുന്നെങ്കിൽ അതിന് ഒരുപോലെ യൂണിറ്റിയോട് പോകാൻ പറ്റത്തില്ല. ഇന്ന് പല സഭകളിലും വഴക്കുണ്ടാകുന്നതും പല വിശ്വാസികൾ തമ്മിൽ തർക്കമുണ്ടാകുന്നതും പല ദൈവദാസന്മാർ തമ്മിൽ അടിയുണ്ടാകുന്നതിന്റെ ഒക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ ആത്മാവിനാൽ ഇത് പണിയപ്പെടാത്തത് കൊണ്ടാണ്. ആത്മാവ് അതിൻ്റെ ഇടയ്ക്ക് ഇല്ലാത്തതുകൊണ്ട്. യോജിപ്പിക്കുന്ന ആത്മാവായിരിക്കണം നമ്മുടെ ആത്മാവ്, ഭിന്നിപ്പിക്കുന്ന ആത്മാവല്ല. ഐക്യത്തിന്റെ ആത്മാവ് പറഞ്ഞപ്പോഴും യൂണിറ്റിയുടെ ആത്മാവ്, അല്ലേ? ഇത് മിണ്ടായിരിക്കുന്നേ. യൂണിറ്റഡ് ആത്മാ. അപ്പൊ പരിശുദ്ധാത്മ എവിടെയുണ്ട്? പരിശുദ്ധാത്മ ആഗ്രഹിക്കുന്നത് യൂണിറ്റിയോടുകൂടി പോകാനാ. ആമേൻ, സ്തോത്രം. ഈ പരിശുദ്ധാത്മാ യൂണിറ്റിയോടുകൂടി പോകാനാകുമ്പോ പിശാച് എന്താ ആഗ്രഹിക്കുന്നത്? എങ്ങനെയും ഭിന്നതയുണ്ട്. അപ്പൊ എവിടെയൊക്കെ ഭിന്നതയുണ്ടോ, എവിടെയൊക്കെ അടി നടക്കുന്നു എന്ന് നമ്മൾ പറയുന്നത്, അവിടെ കൊണ്ടുപോകുന്ന ആത്മാവ്, നയിക്കുന്ന ആത്മാവ് വെച്ചാൽ ദുരാത്മാവാ. ഇപ്പൊ രണ്ട് ഹസ്ബൻഡും വൈഫും തമ്മിൽ അടി ഉണ്ടായാല് അതിൻ്റെ ഇടയിൽ ദുരാത്മാവ് കയറുന്നുണ്ടാ? അമ്മായിയമ്മയും മരുമൂലം തമ്മിൽ അടിയുണ്ടോ? ദുരാത്മാവ് കയറുന്നുണ്ടാ? ഹല്ലേലൂയ. ചില ആൾക്കാർക്ക് അയ്യോ അമ്മയോ എൻ്റെ അമ്മയെന്ന് വെച്ച് ഇതുപോലെ നല്ലൊരു അമ്മയില്ലെന്ന് മക്കൾ പറയും. പക്ഷേ ഈ അമ്മയെന്ന് അമ്മായിയമ്മയാകുമ്പോഴോ പൊസിഷൻ മാറുമ്പോഴത്തേന് ഹല്ലേലൂയ അവിടുത്തെ ആളിന്റെ ക്യാരക്ടർ മാറുന്നുണ്ട്. ഹല്ലേലൂയ. പക്ഷെ ഒരേ ആള് തന്നെയാണ്.
അമ്മയായിരിക്കുമ്പോൾ അമ്മായിയമ്മയായിരിക്കുമ്പോഴും പെങ്ങളായിരിക്കുമ്പോൾ നാത്തൂനായിരിക്കുമ്പോൾ ചേച്ചിയായിരിക്കുമ്പോൾ അനിയത്തി, ഇതെല്ലാ ഇടത്തും ഒരുപോലെ പരിശുദ്ധാത്മാവിന്റെ സ്നേഹത്തിൽ പരിശുദ്ധാത്മാവിലാണ് നമ്മളെങ്കിൽ നമ്മൾ എവിടെ ചെന്ന് നിന്നാലും പൊസിഷൻ മാറുന്നതനുസരിച്ച് നമ്മളുടെ ക്യാരക്ടർ മാറത്തില്ല. അവിടെ വടിയും വഴക്കും ഉണ്ടാകത്തില്ല. നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയും. കാരണം പരിശുദ്ധാത്മ. അതുകൊണ്ട് നമ്മുടെ സഭ എപ്പോഴും അടിസ്ഥാനം വിട്ട ക്രിസ്തുവിലാണെങ്കിൽ, ക്രിസ്തു എന്ന പാറമേൽ അടിസ്ഥാനം വിട്ട് പണിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് പരിശുദ്ധാത്മാവിനാൽ പണിയപ്പെടണം. അതുകൊണ്ട് പുതിയ നിയമ സഭയ്ക്ക് പരിശുദ്ധാത്മാവിന്റെ ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ളത്. ആമീൻ. നമ്മിൽ വ്യാപരിക്കുന്ന അത്യന്ത ശക്തി. അത്യന്ത ശക്തി. കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം ഒന്ന് വായിച്ചോ സിസ്റ്റർ. 2 കൊരിന്ത്യർ 4:7. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാവുന്നു ഉള്ളത്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അവർ ഈ അത്യന്ത ശക്തി, എക്സീഡിങ് പവർ എന്നാ പറഞ്ഞേക്കുന്നത്. ഹല്ലേലൂയ. ഈ അത്യന്ത ശക്തി, ഈ ശക്തിയെ കുറിച്ച് പറയുന്നത് ഇതൊരു അത്യന്ത ശക്തിയാണ്. ഹല്ലേലൂയ. ഈ അത്യന്ത ശക്തി എന്തിനാ നമുക്ക് തന്നേക്കെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് പറയുന്നത് ഈ നിക്ഷേപം ഞങ്ങളുടെ മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഇത് നമ്മുടെ മൺപാത്രങ്ങളിൽ തന്നിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, നമുക്ക് ലോകത്തെ ജയിക്കാനുള്ള ജയമാണ് ഈ അത്യന്ത ശക്തി. നമ്മളിവിടെ പറയുന്ന, അവിടെ പൗലോസ് ഉണ്ടാക്കി, അവൻ കഷ്ടം അനുഭവിക്കുന്ന ഇടുങ്ങിയിരിക്കുന്നില്ല, അവൻ ബുദ്ധിമുട്ടുന്നവരെങ്കിൽ നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നെങ്കിലും വീണ് കിടക്കുന്നില്ല, ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നെങ്കിലും നശിച്ചു പോകുന്നില്ല. അപ്പം ഇവിടെ ഈ അത്യന്ത ശക്തി എന്തിനാന്ന് വെച്ചാൽ, ഈ ലോകത്തെ ജയിക്കാൻ വേണ്ടി ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുക. ഈ അത്യന്ത ശക്തി എന്ന് വെച്ചാൽ, ലോകത്തിൽ പൗലോസോട് കുറച്ച് കഷ്ടങ്ങളെ കുറിച്ചും ബുദ്ധിമുട്ടുകളെ കുറിച്ചും പ്രയാസങ്ങളെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ എങ്ങനെയെന്ന് ചോദിച്ചാൽ, ദൈവം ഒരു വാക്ക് പറയുന്നത്, ഉത്കൃഷ്ട മാനസരായി ജീവിക്കാൻ വേണ്ടിയാണ് ദൈവം ഈ ശക്തിയെ പകർന്നിരിക്കുന്നത്. നമുക്ക് ഉത്കൃഷ്ട മാനസം എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരാളാരാന്ന് വെച്ചാൽ ദാനിയേൽ അല്ലേ. എഴുതുന്നത് ദാനിയേൽ മാത്രമല്ല, യോസഫ് ഉത്കൃഷ്ടമാന, നെഹമ്യാവാണ്, ദാനിയേലാണ്. അങ്ങനെ കുറെ ആൾക്കാരുണ്ട് ദൈവത്തിന് ഉത്കൃഷ്ട മാനസരായിരിക്കുന്ന. ഹല്ലേലൂയ. ജോഷുവ ഉണ്ട്. അപ്പൊ ഇവിടെ അപ്പൊ നമ്മള് ഉത്കൃഷ്ട മാനസരായി ജീവിക്കണം. 2-ാം അധ്യായത്തിന് അതിന്റെ 4-6 വാക്യം ഒന്ന് വായിക്കുക സിസ്റ്റർ. 4:6. സെയിം വായിച്ചതിന്റെ മുകളിലത്തെ വാക്യം. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. അപ്പൊ ക്രിസ്തു പരിജ്ഞാനത്തിൽ ജീവിക്കണം. നമ്മൾ എവിടെ പറയുന്നത്, ക്രിസ്തുവിന്റെ മുഖത്തുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങേണ്ടത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ. അപ്പം ഇവിടെ ഈ അത്യന്ത ശക്തി ക്രിസ്തു പരിജ്ഞാനത്തിൽ നമ്മൾ ആകണം. ഈ പരിജ്ഞാനത്തോട് നമ്മൾ ആ ദിവ്യ തേജസ്സിന്റെ പരിജ്ഞാനം എവിടെ വരണം? നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ച് അത് മുഖത്തേക്ക് നമ്മളുടെ പുറത്തേക്ക് വരണം. ക്രിസ്തു നമ്മളെ കാണുന്നവർ പറയണം. ഞാൻ നേരത്തെ പറയും, ക്രിസ്തുവിനെ കാണുന്നവർ ക്രിസ്തു പോകുന്നു, അല്ലെങ്കിൽ ഇത് യേശു, അല്ലെങ്കിൽ ഇപ്പൊ അമേരിക്കയിൽ ഇപ്പൊ നമ്മൾ സാറാമസിസ്റ്റർ നിൽക്കുന്ന സ്ഥലത്ത് യേശു ആരെന്ന് വെച്ചാൽ ആൾക്കാർ യേശു സാറാമസിസ്റ്റർ എന്ന് പറയുന്ന രീതിയിലേക്ക് ഈ അത്യന്ത ശക്തി നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ച് ഈ ക്രിസ്തു പരിജ്ഞാനത്തിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് ഈ ശക്തി നമ്മൾ പകർന്നിരിക്കുന്നത്. അതുകൊണ്ട് അതാണ് ഫെസലേഖൻ പറഞ്ഞ നമ്മൾ വ്യാപരിക്കുക അത്യന്ത ശക്തി. ഈ അത്യന്ത ശക്തിയെ കുറിച്ച് അവിടെ പറയുന്നത്, യേശുക്രിസ്തുവിനെ മരിച്ചെന്ന് ഏൽപ്പിച്ച ദൈവത്തിന്റെ ആത്മാവിന്റെ അതേ ആത്മാവ് തന്നെയാണ് നമ്മൾ പകരപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഈ അത്യന്ത ശക്തിയെ കുറിച്ച് അവിടെ പറയുന്നത് ഫിലിപ്പിയർ ലേഖനം 1-ന്റെ ഇതിന്റെ 9-ാം വാക്യം കൂടെ ഒന്ന് വായിച്ച. 5-9 നമ്മൾ വായിച്ചായിരുന്നു. അത് വീഴ്ച കിടക്കുന്നവരെങ്കിൽ 5-9, സോറി. ഫിലിപ്പിയർ അല്ല, ഇത് 2 വരുന്നത് 5-9 വായിക്കും. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവൻ ആകുവാൻ അഭിമാനിക്കുന്നു. ഹല്ലേലൂയ. അടുത്ത ഫിലിപ്പിയർ ലേഖനം 1:20 വായിക്കോ. 1:20. അങ്ങനെ ഞാൻ ഒന്നിനും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം കൊണ്ട് ക്രിസ്തു എന്റെ ശരീരത്തിൽ ജീവനാൽ ആകട്ടെ മരണത്താൽ ആകട്ടെ എപ്പോഴും എന്ന പോലെ
ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ആമേൻ. ഹല്ലേലൂയ. അത് 5:9 നമ്മൾ വായിച്ചു. ശരീരത്തെ വസിച്ച് ശരീരം വിട്ടാൽ അവനെ പ്രസാദിപ്പിക്കുന്ന അവനെ ബഹുമാനം. അപ്പം നമ്മൾ ജീവിച്ചിരുന്നാലും നമ്മൾ മരിച്ചാലും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതാകണമെന്നാണ് ഹല്ലേലൂയ. ദൈവമഹത്വത്തിനായിട്ട് ഇപ്പൊ ഫിലിപ്പിലെ 1:20 പറയുന്നു. ഹല്ലേലൂയ. എവിടെ പറയുന്നത്? ആമേൻ. ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം കൊണ്ട് ക്രിസ്തു എന്റെ ശരീരത്തിൽ ജീവനാലാകട്ടെ മരണത്താൽ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയെന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ജീവിച്ചാലും നമ്മൾ മരിച്ചാലും ക്രിസ്തുവിന്റെ നാമം നമ്മളുടെ മഹത്വം എടുക്കണം. ക്രിസ്തുവിന്റെ നാമം മഹിമപ്പെടണം. ഹാലേലി. അപ്പൊ അതായിരിക്കണം പരിശുദ്ധാത്മ നമ്മൾ വ്യാപരിക്കുമ്പോൾ നമ്മൾ ഉണ്ടാകേണ്ട സ്വഭാവം. അതാണ് ഹല്ലേലൂയ. ഉത്കൃഷ്ട മാനസരെന്ന് പറയുമ്പോൾ എപ്പോഴും അവരുടെ ചിന്ത എന്താന്ന് വെച്ചാൽ ആമേൻ, ദൈവത്തിന്റെ നാമം മഹിമപ്പെടുക മാത്രം. നമ്മൾ മറ്റുള്ളവന് വേണ്ടിയിട്ടൊന്നും കോംപ്രമൈസ് ചെയ്യാതെ ദാനിയേലിനെ എടുത്ത് നമുക്കറിയാം. ആമേൻ, ഞങ്ങൾ രാജാവിന്റെ ഭോജനം കൊണ്ടോ മദ്യം കൊണ്ടോ ഒന്നും ഞങ്ങളുടെ ശരീരത്തെ അശുദ്ധ, കാരണം ഇത് ഞങ്ങൾക്ക് പാടില്ല, കാരണം ഞങ്ങളെ പഠിപ്പിച്ച പ്രമാണത്തിൽ ഇത് പാടില്ല. അവിടെ പാലന്മാരോട് പറഞ്ഞു, നിങ്ങൾ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കാൻ പറഞ്ഞ് ഞങ്ങൾ ഇതിനെ നമസ്കരിക്കത്തില്ല. ഹല്ലേലൂയ. ഞാൻ രാജാവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിക്കത്തില്ല, ഞാൻ ദൈവത്തോട് മാത്രമേ പ്രാർത്ഥിക്കത്തുള്ളൂ. അപ്പൊ അവിടെ ഹല്ലേലൂയ അവർ മരണത്തിനെ കീഴടങ്ങി കൊടുക്കാൻ പോലും അവർക്ക് പ്രയാസമില്ലാതെ തീച്ചുള എറിഞ്ഞു. അവർ പറയുന്നത് നിനക്ക് സിംഹക്കൂട്ടിലേക്ക് ഇട്ടോ, ഒരു കുഴപ്പമില്ല, കാരണം ഞങ്ങൾ ജീവിച്ചിരുന്നാലും ഞങ്ങൾ മരിച്ചാലും ഞങ്ങളിലൂടെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടണം. യോസഫിനെ അടുത്ത് നമുക്കറിയാം. യോസഫ് ഹല്ലേലൂയ എന്താ അവിടെ യോസഫിനെ പോത്തിഫറിന്റെ ഭാര്യ പ്രലോഭിപ്പിച്ചപ്പോൾ ഒരുപാട് നേട്ടങ്ങൾ യോസഫിന് ഉണ്ടാകുമായിരുന്നു. പക്ഷേ യോസഫ് അതിനെല്ലാം ഹല്ലേലൂയ വിട്ട് യജമാനൻ എന്റെ യജമാനൻ സകലത എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, പക്ഷെ ഏൽപ്പിക്കാത്ത ഒന്നും നിന്നെ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ പാപം ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് ഓടി മറന്ന യോസഫ്. നമ്മൾ നെഹമ്യാവിനെ എടുത്തറിയാം. നെഹമ്യാവ് രാജാവിന്റെ പാനപാത്രവാഹനം എന്ന് പറയുമ്പോൾ നെഹമ്യാവിന്റെ പൊസിഷൻ ഇത്തിരി വലുത് തന്നെയായിരുന്നു. നമ്മൾ വിചാരിക്കുന്ന കണക്ക് വെയിറ്റർ അല്ല രാജാവിന്റെ അരമനയ്ക്കകത്തര കയറി ചെല്ലാനും രാജാവിന് ഏറ്റവും വിശ്വസ്തനാ പാനപാത്രവാഹകൻ എന്ന് പറയുമ്പോൾ അത്രത്തോളം നല്ലൊരു പൊസിഷൻ ഇരുന്നപ്പോൾ നെഹമ്യാവ് അവിടുത്തെ മതിലിടിഞ്ഞു കിടക്കുന്നു, വാതിൽ തീ വെച്ച് ചുട്ടുകിടക്കുന്നു കേട്ടപ്പോൾ ഇരുന്ന് കരഞ്ഞു ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് എന്നിട്ട് നമുക്ക് നെഹമ്യാവിന്റെ പുസ്തകം വായിച്ച് നമുക്കറിയാം. നെഹമ്യാവ് അവിടേക്ക് ദൈവത്തിന്റെ ആ രാജാവിന്റെ പെർമിഷൻ വാങ്ങിയിട്ട് പണിയിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെ ഓരോരുത്തടുത്ത് നെഹമ്യാവിനുണ്ടാകുന്ന ഗുണം എന്താന്ന് വെച്ചാൽ, നെഹമ്യാവ് ദൈവത്തിന്റെ ഹൃദയം അറിഞ്ഞ മനുഷ്യനായതുകൊണ്ട് നെഹമ്യാവിന്റെ നേരെ വന്ന പല പ്രതികൂലങ്ങളെയും നെഹമ്യാവിന് മനസ്സിലാക്കാൻ പറ്റും. അവസാനമാണെങ്കിൽ ഒരു പ്രവാചകയെ കൊണ്ടുവന്ന് കള്ളപ്രവചനം ചെയ്യിച്ചു. അപ്പൊ പറഞ്ഞ് ദൈവം നിന്നെ അയച്ചിട്ടില്ല, ഞാനിത് ഇവിടെ നിന്ന് വിട്ടോടിപ്പോന്ന് തോന്നുന്നുണ്ടോ? പോകത്തില്ല. ഹല്ലേലൂയ. അവിടേക്ക് നെഹമ്യാവ് ആ ദൈവത്തിന്റെ ഹല്ലേലൂയ നാമം ദുഷിക്കുന്ന രീതിയിൽ ഒന്നും ഇടയാകാഞ്ഞ കാരണം നെഹമ്യാവൻ ദൈവത്തിന്റെ ഹൃദയത്തെ അറിയാവുന്ന മനുഷ്യനായിരുന്നു. നെഹമ്യാവിന് ദൈവത്തെ നന്നായിട്ട് അറിയാമായിരുന്നു. ഹല്ലേലൂയ. 1-ാം അധ്യായത്തിൽ, അതുകൊണ്ടാണ് നെഹമ്യാവിന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ നെഹമ്യാവ് ഒരു പ്രാർത്ഥന ആരംഭിച്ചെങ്കിൽ 13-ാം അധ്യായത്തിൽ നെഹമ്യാവ് ഒരു പ്രാർത്ഥനയോട് അവസാനിപ്പിക്കുന്നത്. 1-ാം അധ്യായത്തിലെ ആവശ്യത്തിന് വേണ്ടി ഒരു അപേക്ഷയാണ് പ്രാർത്ഥിച്ചെങ്കിൽ 13-ാം അധ്യായത്തിൽ അത് സാധിപ്പിച്ച് ശുഷ്യൻ രാജധാനി എന്ന് 1-ാം അധ്യായത്തിൽ പ്രാർത്ഥിച്ചെങ്കിൽ 13-ാം അധ്യായം യെരൂശലേമിൽ നിന്ന് ദൈവം അത് സാധിപ്പിച്ചു കൊടുത്ത് നന്ദി പറഞ്ഞുള്ള പ്രാർത്ഥന നിർത്തുന്നത്. കാരണം പ്രാർത്ഥിക്കുന്നവൻ ദൈവവുമായിട്ട് ബന്ധമുള്ളവനാ, ദൈവത്തിന്റെ ഹൃദയത്തെ അറിഞ്ഞ് പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ അവൻ മറുപടിയും കിട്ടിയിട്ട് നിന്ന് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ നെഹമ്യാവിനെ കുറിച്ച് നമ്മളിവിടെ കാണുന്ന ഭാഗം അതാണ്. ഇവിടെ നമ്മളെല്ലാരും പറയാറുണ്ട്, അയ്യോ ഞാൻ വിശ്വാസത്തിൽ വന്ന് അന്നം പോലെ ഞാൻ ക്രിസ്തുവിനെ പോലെ ആകണമെന്ന് ആഗ്രഹം എന്ന് പറയും. ഇപ്പൊ എത്ര പേര് ക്രിസ്തുവിനെ പോലെ എന്ന് പറയാം? എത്ര പേരുടെ ഇരിപ്പുണ്ട്? അല്ലെങ്കിൽ പറയാം ഞാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കും എന്ന് പറയും. പക്ഷേങ്കില് നമ്മൾ ആദ്യം വരുമ്പോൾ ശരി, എല്ലാവരും ക്രിസ്തുവിനെ പോലെയാകും, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കും. പക്ഷേ നമ്മൾ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ക്രിസ്തുവിൽ ആകണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പൊ 20 വർഷവും വിശ്വാസം എന്ന ആള് പറഞ്ഞു ഞാൻ ഇപ്പോഴും ക്രിസ്തുവിനെ പോലെ ആയ സിസ്റ്റർ എന്ന് പറഞ്ഞെങ്കിൽ ഓരോ ദിവസം കഴിയുന്ന നമുക്ക് രൂപാന്തരം വരുന്നില്ല. നമ്മൾ ഇൻ ക്രൈസ്റ്റ് ആകണം, അല്ലെ ക്രിസ്തുവിൽ ആകണം. ക്രിസ്തുവിൽ ആയി എന്ന് വെച്ചാൽ ക്രിസ്തു നമ്മളിലൂടെ ജീവിക്കാൻ തുടങ്ങണം. മറ്റുള്ളവർ കാണുമ്പോൾ ഹല്ലേലൂയ നമ്മൾ ആദ്യമൊക്കെ
നമ്മൾ ഫോളോ ചെയ്യുന്നത് ക്രിസ്തുവിനെ നോക്കി ക്രിസ്തുവിനെ പോലെ ചെയ്യിക്കും. ഞാൻ പലപ്പോഴും ഞാൻ പല ചിലയിടത്തൊക്കെ ശുശ്രൂഷ ചെയ്തിരിക്കുകയാണ്. അവിടെ യേശുവിനെ പോലെ ആകാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ടെങ്കിൽ ഒത്തിരി പേര് കൈവക്കും കേട്ടാ. ഞാൻ പറയും, നിങ്ങൾ ആരും യേശുവിനെ പോലെ ആകണ്ട, നിങ്ങളൊക്കെ യേശു ആയാൽ മതി, പ്രശ്നം തീരും. യേശുവിനെ പോലെ ആകാൻ ശ്രമിക്കപ്പെടാ പ്രശ്നം. യേശുവിന് വേണ്ടി ജീവിക്കുന്ന പറയുമ്പോൾ യേശുവിന് വേണ്ടി ജീവിക്കണ്ട, യേശു നമ്മൾ ജീവിക്കാൻ മതി. നമ്മൾ യേശുവിന് വേണ്ടി ജീവിക്കാൻ പോകുമ്പോഴാണ്. ഇപ്പൊ ഞാനിപ്പോ പറയണ, ഞാൻ ഗേൾ സിസ്റ്റർക്ക് വേണ്ടി ചെയ്യുമെന്ന് പറയുകയാണെങ്കിൽ, എന്തെങ്കിലും കാര്യം ചെയ്യാന്ന് പറയുകയാണെങ്കിൽ ആൾക്കാർ അപ്പൊ അതിന് ഒക്കെ അതിനൊരു വേണ്ടി അവിടെ അല്ലെങ്കിൽ പോലെ വരുമ്പോഴൊക്കെ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു, പക്ഷെ എനിക്ക് അതൊരാളെ ഇഷ്ടപ്പെടുമ്പോൾ അയാൾക്ക് വേണ്ടി എന്നത് ചെയ്യുമ്പോൾ അത് ചെയ്യുമ്പോൾ അത് എനിക്ക് വേണ്ടി ഞാനത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഹല്ലേലൂയ. അപ്പൊ എനിക്ക് വേണ്ടി ചെയ്യുന്ന ആത്മാർത്ഥതയോടെ എനിക്ക് ചെയ്താൽ മാത്രമേ മറ്റുള്ളവർക്ക് നമ്മൾ ചെയ്യുമ്പോൾ ഹല്ലേലൂയ അത് നമ്മുടേതായ വിഷയമായി മാറത്തുള്ളൂ. ഇപ്പൊ ഒരാൾക്ക് എൻ്റെ ഒരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞു, ഒരാൾ എന്നോട് പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചു നിരുന്നോട്ടെ, ഹല്ലേലൂയ. ഞാൻ അയാൾക്ക് വേണ്ടി ഹല്ലേലൂയ ഇന്നയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പക്ഷേ അയാളുടെ വിഷയം അത് എൻ്റെ വിഷയമായി ഏറ്റെടുത്ത് ഞാൻ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ഞാൻ ആ സിറ്റുവേഷനിലാണെങ്കിൽ ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കും എന്നുള്ള അതേ വേദനയോട്, അതേ നമ്മുടെ കൂട്ടത്തിരിക്കുന്ന ഒരാൾ ഒരിക്കലും പ്രാർത്ഥന അവർ ഓരോ ദിവസം വളർന്നു വരണമെന്ന് ആഗ്രഹത്തിൽ നമ്മൾ പ്രാർത്ഥിക്കും. നമ്മളെ കാട്ടി നന്നായിട്ട് ശുശ്രൂഷിക്കുമ്പോൾ, നമ്മളെക്കാട്ടി നന്നായിട്ട് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമുക്ക് സന്തോഷം തോന്നുന്ന രീതിയിലാണെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നല്ല പ്രാർത്ഥിക്കും. നമ്മൾ ഒരാൾക്ക് വേണ്ടി ചെയ്യുമ്പോഴും നമ്മളിപ്പം നമ്മുടെ വീട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ളവർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം നമ്മൾ കുഞ്ഞുങ്ങളോട് തന്നെയാണ്. അമ്മമാർക്കൊക്കെ ഏറ്റവും ഇഷ്ടം ബാക്കി ഭർത്താവിനെയുടെ ഒക്കെ കാട്ടി ഇഷ്ടം മക്കളോട് തന്നെയാണ്. അപ്പൊ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും എന്താ വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. കാരണം വെച്ചാൽ അവരുടെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടത്തെ കാട്ടി എനിക്ക് ഇമ്പോർട്ടൻ്റ്. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന കണക്കുള്ള എരിവും പുളിയൊന്നും അരക്കത്തില്ല. ചിലപ്പോൾ അവർക്ക് ഇഷ്ടമെങ്കിൽ നമ്മൾ അത് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടം അങ്ങ് മാറ്റി വെക്കുക, എന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ ഉണ്ടാക്കുക, എന്നിട്ട് നമ്മൾ അതും കഴിക്കും. നമുക്കൊരു പരാതിയില്ല, പരിഭവമില്ല. അപ്പം അത് എങ്ങനെ വരുന്നത് വെച്ചാൽ നമ്മൾക്കിലെ കാട്ടി കൂടുതൽ നമ്മൾ അവരുടെ ഇഷ്ടം നമ്മളിൽ ആകാൻ ആഗ്രഹം. അതുപോലെ കർത്താവിന് വേണ്ടി കർത്താവിനെ പോലെയൊന്നും ആകണ്ട, കർത്താവിൽ നമ്മൾ ജീവിക്കുക എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്യുന്ന പോലെ ആത്മാവിൽ നമുക്ക് ജീവിക്കാൻ കഴിയണം. നമ്മള് റോമാലേഖനത്തിൽ പഠിക്കുന്നുണ്ട്, ആത്മാവ് എപ്പോഴും ജഡത്തിന് വിരോധമാണ്, ജഡം എപ്പോഴും ആത്മാവിന് വിരോധമാണ്. ആത്മാവ് ഇന്നോട്ട് തെക്കോട്ട് പോകാന്ന് പറയുമ്പോൾ അപ്പൊ ജഡം പറയും നീ പോകണ്ട, നീ ഒന്നി ഇട്ടിരിക്കും, ഇല്ലെങ്കിൽ നീ പുറത്തോട്ട് പോക്കോളൂ, അല്ലേ? ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ജഡത്തിനെ അനുസരിച്ച് ജീവിക്കണം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നതിനർത്ഥം. ജഡമാണ് മനുഷ്യനെ നിയന്ത്രിക്കുന്നത്. കാരണം അവന്റെ മനസ്സും അവന്റെ ശരീരവും കൂടെ ചേർന്നുള്ള ഭാഗത്തെയാണ് ജഡമെന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടെ ചേർന്ന് നിയന്ത്രിക്കപ്പെടുന്ന വ്യക്തി ഈ ജഡത്തിൽ ജീവിക്കുന്ന, അവനെ വിളിച്ച് നമുക്ക് നോക്കിയിട്ട് അവനെ ജഡീകൻ എന്ന് പറയാൻ പറ്റും. പല വിശ്വാസികളും ജഡത്തിലാണ് ജീവിക്കുന്നത്. ഹല്ലേലൂയ. പക്ഷേ ആത്മാവിൽ ജീവിക്കുന്ന ഒരുവനാണെങ്കിൽ അവനെ നമ്മൾ നോക്കിയിട്ട് ആത്മീകൻ എന്ന് പറയണമെങ്കിൽ ഞാൻ ഇത്തിരിയൊക്കെ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവനല്ല, ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്ന ഏവനും ദൈവത്തിന്റെ മക്കളാകുന്ന അല്ലെങ്കിൽ ആത്മീകനാകുന്നു. ആത്മീകനാണെങ്കിൽ അവന് വെളിപ്പെടുന്ന സ്വഭാവം ഏതാന്ന് വെച്ചാൽ ആത്മാവിന്റെ സ്വഭാവമാണ്. അവനുണ്ടാകുന്ന ഫ്രൂട്ട് ഏതാന്ന് വെച്ചാൽ ആത്മാവിന്റെ ഫലമാണ് ഉണ്ടാകുന്നത്. ആത്മാവിന്റെ ഫലത്തിൽ ഏറ്റവും മുമ്പ് നിൽക്കുന്ന ഫലം സ്നേഹമാണ്. സ്നേഹത്തെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. ഇപ്പോൾ എന്തിലും 13-ാം അധ്യായത്തെ സ്നേഹത്തിന്റെ ലേഖനം എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ അധ്യായം എന്ന് പറയാം. അതുപോലെ യേശു കത്ത പഠിപ്പിച്ച സ്നേഹം, ഇതെല്ലാം വരുമ്പോഴത്തേന് ആത്മാവിന്റെ സ്നേഹം ഉണ്ടെങ്കിൽ ആ സ്നേഹത്തിനകത്ത് എല്ലാം ഉണ്ട്. സ്നേഹം സ്നേഹത്തിൽ സന്തോഷം വരും. സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ സന്തോഷിക്കാൻ പറ്റും. അവിടെ സ്നേഹം ഉണ്ടെങ്കിൽ സമാധാനമുണ്ട്. സ്നേഹം ഉണ്ടെങ്കിൽ ദീർഘമായി ക്ഷമിക്കപ്പെടുന്നില്ല, അത് ദീർഘമായി ക്ഷമിക്കുന്നു, സ്പർദ്ധിക്കുന്നില്ല, അത് ദയ കാണിക്കുന്നു. ഇതെല്ലാം ആത്മാവിന്റെ പല ഫലങ്ങളും ഏത് ഫലത്തിൽ അടിസ്ഥാനപ്പെട്ടത്? സ്നേഹം എന്ന ഫലത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുക. അപ്പൊ ആത്മാവിനാൽ പണിയപ്പെടുന്ന കല്ലുമേൽ കല്ല് ചേർത്ത് പണിയുമ്പോൾ അതിനിടെ ആത്മാവിനാലാണ് പണിയപ്പെടുന്നെങ്കിൽ അത് നല്ല സ്ട്രോങ് ആണ്, അത് ഇടിഞ്ഞു പോകത്തില്ല, അത് പൊട്ടിപ്പോകത്തില്ല. അതിങ്ങനെ നിൽക്കും. അപ്പൊ നമ്മൾ പഠിച്ചത് ഇനി അടുത്ത എഫെസ്യർ 6:10 വായിക്കും. ഒടുവിൽ കർത്താവിനും അവന്റെ അമിത ബലത്തിനും ശക്തിപ്പെടുവീൻ.
പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ഒടുവിൽ ധരിച്ചുകൊള്ളുവിൻ. കർത്താവിലും അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുവിൻ. ഹാലേലൂയ. അവിടെ പറയുന്നത് ഹാലേലൂയ, അമിത ബലം, മൈറ്റി പവർ, കർത്താവിലും അവന്റെ അമിത ബല ശക്തി. അവിടെ പറയുന്നത് ഒടുവിൽ എന്നുള്ള വാക്യം പറഞ്ഞിട്ടുണ്ട്. എന്താ ഈ ഒടുവിൽ? എല്ലാം തീർന്ന് നമ്മൾ മുകളിലോട്ട് പോകുമ്പോഴാണ് ഹാലേലി അല്ല. അതെന്താണെന്ന് അറിയണമെങ്കിൽ 5-ാം അധ്യായത്തിന്റെ ഹാലേലി 9-ാം വാക്യം തുടങ്ങി അല്ല എഫേസിലെ 5-ാം അധ്യായം 22-ാം വാക്യം 6-ാം അധ്യായത്തിന് 9-ാം വാക്യം വരെ വായിക്കും. പറയാം ഒടുവിൽ. അവിടെ 10 പേരെ കുറിച്ച് ഹാലേലി അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. ഹാലേലി ആദ്യം പറയുന്നത് മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാർക്ക് അപ്പൊ മക്കളെ എന്ന് പറയുമ്പോൾ മകനുമുണ്ട് മകളുമുണ്ട്. അടുത്ത ഭാര്യമാരോട് പറയുന്നുണ്ട്, ഭർത്താക്കന്മാരോട് പറയുന്നുണ്ട്. ദാസന്മാരെ എന്ന് വിളിക്കും, ദാസന്മാരും ദാസിമാരും വരുന്നു. യജമാനന്മാരും യജമാനത്തിമാരും വരുന്നുണ്ട്. പിതാക്കന്മാരെ എന്ന് പിതാവും മാതാവും വരുന്നു. അങ്ങനെ 10 പേരോട് ഹാലിലെ വേണ്ടുന്ന ഉപദേശങ്ങൾ അവരെങ്ങനെ ആയിരിക്കണമെന്ന് വ്യക്തമായി ഇവിടെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ അവിടെ നല്ല ഭാര്യയാകുക, നല്ല ഭർത്താവുക, നല്ല മക്കളാകുക, നല്ല മകളാകുക, നല്ല മകനാകുക, നല്ല അമ്മയാകുക, നല്ല അപ്പനാകുക, ഇതെല്ലാം പറഞ്ഞിട്ടാ പറയുന്നത് ഒടുവിൽ. അല്ലേ, ഇതൊക്കെ ആകുന്നവര്, ഇതൊക്കെ ആയി കഴിയുമ്പം എങ്ങനെയാ? ഇതൊക്കെ നല്ലൊരു മകനായി കഴിയുമ്പം, നല്ലൊരു മകളായി കഴിയുമ്പം, നല്ല ഭാര്യയായി കഴിയുമ്പോൾ, നല്ല ഭർത്താവായി കഴിയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞവരോട് അതെല്ലാം കഴിയുമ്പോൾ, എന്നിട്ട് ഈ പറഞ്ഞതുപോലെയൊക്കെ നിങ്ങൾ ആയിത്തീർന്നതിന് അനുസരണമുള്ളവരാകണം. അവിടെ പലരും യജമാനന്മാർക്ക് കീഴടങ്ങിയിരിക്കണം. ഭാര്യമാര് ഭർത്താവിന് കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാര് ഭാര്യമാരെ ഞാൻ സഭയെ സ്നേഹിച്ച പോലെ സ്നേഹിക്കണം. മക്കൾ അമ്മയപ്പന്മാർക്ക് കീഴടങ്ങിയിരിക്കണം. അപ്പോൾ അവിടെ പറയുന്ന മക്കളെ അമ്മയും കോപിപ്പിക്കരുത്. ഇങ്ങനെയൊക്കെ പല ഉപദേശങ്ങൾ കൊടുത്തിട്ട് ഈ ഉപദേശങ്ങളെല്ലാം ഏറ്റെടുത്ത വ്യക്തികളാണ് ഒടുവിൽ കർത്താവിൽ അവന്റെ അമിത ബലത്തിന് ശക്തിപ്പെടുവൻ. അനുസരണ ഇല്ലാത്ത മക്കൾക്ക് അമിത ബലം കൂടെ കൊടുത്ത് എങ്ങനെ ഇരിക്കും സിസ്റ്ററെ? ഹല്ലേലൂയ. അപ്പം അനുസരണം ഇല്ലാത്ത ഭാര്യമാർക്ക് അമിത ബലം കൂടെ കിട്ടി എങ്ങനെ ഇരിക്കും? ഹല്ലേലൂയ. അതുകൊണ്ട് ഈ അനുസരണം പഠിച്ച് തികഞ്ഞവർക്ക് ദൈവത്തിന്റെ ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ അനുസരിച്ച് ദൈവത്തിന്റെ ഹിതപ്രകാരം അവരായവർക്ക് ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ അമിത ബലം ആർക്കാ ലഭിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവർക്കാണ് ലഭിക്കുന്നത്. ഇന്ന് പലരും പറയാറുണ്ട് ഹാലേലിയ അമിത ബലം ഒന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഭയങ്കര ശക്തിയൊന്നും കിട്ടുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ അമിത ബലം ഹാലേലിയ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രമാണിക്കുന്നവർക്ക് ലഭിക്കും. ആ അമിത ബലം നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലതിൻ്റെയൊക്കെ കാണുമ്പോൾ പേടിക്കത്തില്ല. ഹാലേലി അതിന്റെ മുമ്പിലേക്ക് ധൈര്യത്തോട് നിന്നിട്ട് പറയും. പിശാച് നല്ല എന്താ പറയുക ശക്തിപ്പെട്ടൊക്കെ ഇങ്ങനെ ഒരാളിലേക്ക് വെളിപ്പെടുമ്പോൾ നമ്മളത് കണ്ടിട്ട് ഓടിപ്പോകത്തില്ല. പിശാചിനെ നമ്മൾ പേടിക്കത്തില്ല. അമിത ബലം നമ്മൾ വന്ന് അതിനോട് നമ്മൾ കമാൻഡ് ചെയ്യാൻ തുടങ്ങും, മാറിപ്പോ എന്ന് പറഞ്ഞിട്ട് ഹാലേലി. അപ്പൊ ഈ അമിത ബലം ഇവിടെ പറയുന്ന അമിത, എന്നിട്ട് അതാണ് അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ അവിടെ പറയുന്നത് നിങ്ങൾ ദുർദിവസത്തെ എതിർപ്പാനും സകല സമൂഹം ഉറച്ചു നിൽപ്പാനും ദൈവത്തിന്റെ സർവ്വ. അപ്പം അവിടെയൊക്കെ നമുക്ക് എതിർത്ത് നിൽപ്പും ഈ അമിത ബലമുള്ളവർക്കാണ്. പിന്നെ പറയുന്നത് നമ്മള് പോരാട്ടമുണ്ട് ഹാലേലി. പിന്നെ യുദ്ധം ചെയ്തോണം. നിങ്ങൾ അമിത ബലം ലഭിച്ചു കഴിഞ്ഞാൽ ആരെയും വിളിക്കല്ല സഹായത്തിന്. എൻ്റെ വീട്ടില് ഒരു രോഗമാണ് പാസ്റ്ററെ ഒന്ന് വരും, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലൊരു പൈശാചിക ബന്ധനാലെ അവിടെ എന്തോ ഒരു പോരാട്ടമുണ്ട്, പാസ്റ്ററെ ഒന്ന് വരുമോ എന്നല്ല ചോദിക്കണ്ടേ. ഹാലേലി ഈ അമിത ബലം ലഭിക്കുന്നവർ ഇതിനോടെല്ലാം എതിർത്ത് അവിടെ കുറച്ച് ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഹാലേലി അതിനോടെല്ലാം എതിർത്ത് നിൽക്കുന്നവരായി, അതിനെയൊക്കെ കീഴടക്കുന്നവരായി മാറും, അതിനെയൊക്കെ തോൽപ്പിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ അമിത ബലം വേണ്ടുന്നത്. ഹാലേലിയ ആദ്യം പറഞ്ഞ് അത്യന്ത ശക്തി പറഞ്ഞ്, രണ്ടാമത് പറഞ്ഞ് അമിത ബലം അല്ലെങ്കിൽ മൈറ്റി പവർ. ഹാലേലി ഇത് നമുക്ക് ലഭിക്കുന്ന. അപ്പൊ ഒടുവിൽ എന്നുള്ള വാക്ക് മറന്നു പോകരുത്. ഒടുവിൽ എന്നുള്ള വാക്ക് പറഞ്ഞേക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴും പറയും ഒടുവിൽ കർത്താവിലും അതിന്റെ അമിത ബലത്തെ ശക്തിപ്പെടും. എപ്പോഴാണ് ഒടുവിൽ എന്ന് വെച്ചാൽ ഇവിടുത്തെ മൂക്കി പഞ്ഞിയൊക്കെ വെച്ച് അങ്ങോട്ട് പോകാൻ നേരം, അല്ലെങ്കിൽ കുഴിയിലേക്ക് കാലുന്ന, അല്ലെങ്കിൽ 10 വർഷം അല്ലെങ്കിൽ 20 വർഷം കഴിയുമ്പോൾ നല്ല ഹാലേലിയ ആമേൻ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഹാലേലിയ വചനപ്രകാരം നമ്മളെ ക്രമീകരിച്ച് കഴിയുമ്പോൾ
വചനത്തിന് നമ്മൾ കീഴടങ്ങി കഴിയുമ്പോൾ, ഹാലേലൂയ, ദൈവം നമ്മളോട് പറഞ്ഞിട്ട കാര്യങ്ങൾ നമ്മൾ അനുസരിച്ച് കഴിയുമ്പോൾ, ഹാലേലൂയ, നമ്മൾ എങ്ങനെയായിരിക്കണമെന്ന് ദൈവത്തിന്റെ വചനം കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഭർത്താവിനോട് നീ അവിടെ ഇരിക്കും, നിങ്ങൾ അവിടേക്ക് മിണ്ടരുത്, ഞാൻ സംസാരിക്കാന്ന് പറയുന്നവർക്കല്ല. ഹാലേലൂയ, ആമീൻ, ഹാലേലൂയ. അല്ലെങ്കിൽ മക്കള് ഹാലേലൂയ തോന്നിയ വഴിക്ക് പോകുമ്പോൾ മക്കള് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക, അമ്മമാരെയോ അപ്പന്മാരെയോ നമ്മൾ ഹാലേലൂയ മിണ്ടാതിരുന്ന് അവരെന്തെങ്കിലും പോട്ടെ, അവരോട് പറഞ്ഞ് ശരിയാകത്തില്ല, ഇപ്പൊ പറഞ്ഞ് എന്റെ തലയിലോട്ട് കയറും, അതുകൊണ്ട് നമ്മൾ മിണ്ടാതിരിക്കാന്നുള്ള അമ്മയപ്പന്മാർക്കല്ല ഇത്. അല്ലെ മക്കളെ കാണുമ്പോൾ മോനെ എന്താ ഇത്ര വൈകിയെന്ന് ചോദിക്കുമ്പം, എനിക്ക് ഇച്ചിരൂടെ കുറച്ച് വൈകിയ, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളപ്പോഴേ വരാൻ പറ്റും, അല്ലെങ്കിൽ ഇതാ എന്ന സമയം ഞാൻ വന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാനെന്ന് തിരിഞ്ഞു ചോദിക്കുന്നവർക്കല്ല ഹാലേലൂയ അമിത ബലം കൊടുക്കുന്നത് ദൈവം പറഞ്ഞ രീതി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാവരും ഹാലേലൂയ അതുപോലെ നമ്മൾ ആയിത്തീരുമ്പോഴാണ് ഈ അമിത ബലത്തിന്റെ ഇമ്പോർട്ടൻസ് നമ്മുടെ ലൈഫിലേക്ക് വരുന്നത്. അടുത്ത ഹാലേലൂയ എഫെസ്യർ 1:19 തന്നെ നമ്മൾ നേരത്തെ വായിച്ച ആദ്യം പറഞ്ഞു വന്ന ഭാഗത്തേക്ക് തന്നെ പറയാം. ഹാലേലൂയ അവിടെ പറയുന്ന അത്യന്ത ശക്തി, ഹാലേലൂയ ഈ അത്യന്ത ശക്തിയെ കുറിച്ച് പറയുന്നത് എക്സീഡിങ് ഗ്രേറ്റ് പവർ എന്നാണ്. അത് ക്രിസ്തുവിലൂടെ വ്യാപരിച്ച് അവനെ മരിച്ചിടുന്ന് ഉയർപ്പിച്ച് ഈ അത്യന്ത ശക്തി നമ്മളിലേക്ക് വരും. മൂന്നാമത്തെ ആദ്യത്തെ അമിത ബലമാണെങ്കിൽ നമ്മുടെ അത്യന്ത ശക്തി ഹാലേലൂയ, അത് അടുത്ത ഇവിടെ പറയുന്നത് ആ അളവറ്റ വലിപ്പം. ഹാലേലൂയ അത്യന്ത ശക്തിയുടെ അളവറ്റ വലിപ്പം. ഹാലേലൂയ ഇവിടെ നിങ്ങൾ അളവറ്റ വലിപ്പം തിരിച്ചറിയാൻ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്തൊരു വലിപ്പമാണ്. അതെന്താ ചെയ്യുന്നത് വെച്ചാ അതിനെ യേശു കർത്താവിന് മനുഷ്യനെ നിർപ്പിച്ചതുപോലെ ഹാലേലൂയ അതുപോലുള്ള മൈറ്റി പവേഴ്സ് ചെയ്യാൻ, ഓരോ വിടുതലുകൾ ചെയ്യാൻ സാധിക്കുന്ന അത്യന്ത ശക്തി. ഹാലേലൂയ ഇവിടെ പറഞ്ഞ ഈ അമിത ബലം, അളവറ്റ ശക്തി. ഹാലേലൂയ അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നമുക്ക് വേണ്ടി വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ അളവറ്റ ശക്തി വലിപ്പം ഇന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. അപ്പം നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയെക്കുറിച്ച് വന്ന അതിന്റെ അളവറ്റ വലിപ്പം, മെഷർ ചെയ്യാൻ പറ്റാത്ത ശക്തിയാണ് നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നത്. ഈ ശക്തിയുടെ വലിപ്പം തിരിച്ചറിയുന്ന എന്തിനാ പ്രാർത്ഥന? അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വം ഈ ലോകത്തിൽ മാത്രം വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തത്തിന് മീതെ ഇരുത്തിയും സർവ്വം അവന്റെ കാൽ കീഴാക്കി സർവ്വത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലെല്ലാം നിരക്കുന്നവന്റെ നിറവാക്കിയ ശരീരം സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഹാലേലൂയ. അപ്പം നമ്മൾ സഭ ആരാന്ന് വെച്ചാൽ നമ്മളാണ് സഭ. അപ്പൊ നമുക്ക് ദൈവം തന്നിരിക്കുന്ന അധികാരം എന്തെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് വാഴുവാനായിട്ട് നമുക്ക് തന്നിരിക്കുന്നു. ഹാലേലൂയ. ഏദൻ തോട്ടത്തിൽ ആദാമിനെ ഹവ്വനെ ദൈവമാക്കി സകലത്തിന് മീതെ വാഴുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, കഥ പോലെ നമ്മുടെ ഉള്ളിലെല്ലാം കിടപ്പുണ്ട്. പക്ഷെ അവിടെ അവിടെ നമ്മൾ ഓരോ ദിവസവും ദൈവം ചെല്ലുമ്പോൾ ചോദിക്കുന്ന ചോദ്യം, അല്ലെങ്കിൽ ദൈവം അവിടെ ഇവര് ഫലം നിന്ന് തിന്നെ മാറിപ്പോയപ്പോഴാണെങ്കിൽ എല്ലാ ദിവസവും ദൈവം സന്ധ്യയാകുമ്പോൾ അല്ലെങ്കിൽ വെയിലാറുമ്പോൾ തോട്ടത്തിലേക്ക് നടന്ന് ചെല്ലും. ദൈവത്തിന്റെ കാലൊച്ച അവര് കേൾക്കുമായിരുന്നു. അല്ലേ? എന്താ ദൈവത്തിന്റെ കാലൊച്ച കേൾക്കുമായിരുന്നു പറഞ്ഞാല് അവരെല്ലാ ദിവസവും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമായിരുന്നു. ഈ ദൈവത്തിന്റെ ശബ്ദം എല്ലാ ദിവസവും കേട്ട് അവർ അനുസരിക്കുന്നവരായിരുന്നപ്പോഴാണ് അവർ മഹത്വത്തിൽ നിന്നത്. പക്ഷെ ഇടയ്ക്ക് വെച്ച് ദൈവത്തിന്റെ ശബ്ദം കേൾക്കേണ്ട സ്ഥാനത്ത്, പരിശുദ്ധാത്മ ശബ്ദം കേട്ട് അനുസരിക്കേണ്ട സ്ഥാനത്ത്, നമ്മൾ നടക്കേണ്ട സ്ഥാനത്ത് മറ്റൊരു ശബ്ദം അവിടെ കയറി ചെന്നു. വാസ്തവമായി ദൈവം നിങ്ങളോട് എന്തെങ്കിലും ഭക്ഷിക്കരുത് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ശബ്ദം അവിടെ കയറി ചെന്ന്. ഈ ശബ്ദം അവിടെ കയറി ചെന്നപ്പോൾ അവരെന്താ ചെയ്യുന്നത്? ഈ ശബ്ദത്തെ അനുസരിക്കാൻ തുടങ്ങി. ഒരു ദിവസം കൊണ്ടായിരിക്കത്തില്ല, കുറെ ദിവസങ്ങളെടുത്തു. പക്ഷെ എങ്ങനെയാണെങ്കിലും അവര് ദൈവശബ്ദത്തെ, പരിശുദ്ധാത്മ ശബ്ദത്തെ അനുസരിച്ച് നടക്കേണ്ടെന്നെടുത്ത് പിശാചിന്റെ ശബ്ദത്തെ അനുസരിച്ചത് എപ്പോഴാണോ അപ്പോഴവർക്ക് എന്ത് നഷ്ടപ്പെട്ടു വെച്ചാൽ മഹത്വം നഷ്ടപ്പെട്ടു. നമ്മൾ ഓരോ ദിവസം കഴിയും തോറും ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മ എന്തിനാ നമ്മളോട് ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ നടത്തും. പരിശുദ്ധാത്മ ആഗ്രഹം നമ്മൾ ഓരോ ദിവസവും മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് കയറണമെന്ന, ഫ്രം ഗ്ലോറി ടു ഗ്ലോറി അങ്ങനെ വരണമെന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷെ എവിടെയെങ്കിലും നമ്മൾ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പം ദൈവത്തിന്റെ ശബ്ദത്തിന് പകരം
പിശാചിന്റെ ശബ്ദത്തെ നമ്മൾ കേൾക്കാൻ തുടങ്ങുമ്പോൾ, പിശാചിനെ നമ്മൾ അനുസരിക്കാൻ തുടങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഇന്ന് മഹത്വം പൊയ്പോകും. ഹല്ലേലൂയ. പിന്നെ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥനയുണ്ടോ? ഉണ്ട്. ആരാധനയുണ്ടോ? ഉണ്ട്. വചനപ്രസംഗം ഉണ്ടോ? ഉണ്ട്. ഹല്ലേലൂയ. എല്ലാം ഉണ്ട്. പക്ഷേ ശുശ്രൂഷയുടെ കൃപാവരങ്ങൾ ഓപ്പറേറ്റ് ആകുന്നുണ്ടോ? ഉണ്ട്. പക്ഷേ നമ്മൾ മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഒന്നും നമ്മൾ സംഭവിച്ചു. എന്താ വെച്ചാൽ നമ്മളുടെ മഹത്വം പോയി. മഹത്വം പോയാൽ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുക ദൈവമായിട്ട് നമ്മൾ അകലും. മറഞ്ഞിരിക്കുന്നവർ പോയിട്ട് ദൈവത്തെ കാണും, ദൈവമുഖത്തേക്ക് നോക്കാൻ പേടിയായിരിക്കും പിന്നീട്. ദൈവസന്നിധിയിൽ ആമേൻ നമ്മള് എന്താ പറയാ, കുറ്റബോധമില്ലാതെ പാവബോധമില്ലാതൊക്കെ നിൽക്കാൻ ഭയങ്കര ഭയമായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാല് ആമേൻ നമ്മുടെ ഉള്ളിൽ നിന്ന് ദൈവമായിട്ടുള്ള ദൈവമായിട്ടുള്ള കണക്ഷൻ വിട്ടുമാറും. ആമേൻ, സ്തോത്രം. അപ്പൊ ഓരോ ദിവസവും നമ്മളെ നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തെ നമ്മൾ തിരിച്ചറിയാതെ പോലെ. അതുകൊണ്ട് പുതിയ നിയമസഭയിൽ പരിശുദ്ധാത്മ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. പരിശുദ്ധാത്മാവിൽ നമ്മൾ ആയിരിക്കുമ്പോൾ, മോശയാണ് ആദ്യത്തെ 5 ഗ്രന്ഥങ്ങൾ, നമുക്ക് പഞ്ചഗ്രന്ഥങ്ങൾ എഴുതി മോശയാണ് ആദ്യത്തെ ബൈബിൾ എഴുതി തുടങ്ങിയത് മോശയാന്ന് പറയുന്നുണ്ട് അല്ലെ. മോശ ബൈബിൾ എഴുതണപ്പം ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. മോശ എഴുതിയത് അങ്ങനെയാണ്. കാരണം മോശയുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടായിരുന്നു. പക്ഷേ മോശയുടെ മേലുണ്ടായിരുന്ന ആത്മാവ് വെളിപ്പെടുത്തുന്നതിനെക്കാട്ടി കൂടുതൽ നമ്മൾ വന്നിരിക്കുന്ന പരിശുദ്ധാത്മ നമുക്ക് വെളിപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ പൗലോസ് അപ്പോസ്തലൻ എന്തെഴുതിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. അപ്പൊ ലോകം സ്ഥാപിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഞാൻ ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തപ്പോഴാണ്. അപ്പൊ ആത്മാവുള്ളവന് വെളിപ്പാടുകൾ ആധിക്യമുണ്ടാകും. അല്ലാതെ മനുഷ്യർ കാണുന്നതിനെ കുറിച്ച് അതിനെക്കാട്ടി. അപ്പം മോശ എഴുതി തുടങ്ങിയത് ആദിയിൽ ദൈവം ആകാശവും ഭൂമി. ആ ആദിക്ക് മുമ്പേ, ആ പറഞ്ഞിരിക്കുന്ന ആദിക്ക് മുമ്പേ, അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ ക്രിസ്തുവിൽ നമ്മളെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞിരുന്നു ദൈവം. അപ്പം ആദ്യം ഭൂമിയാണോ സൃഷ്ടിച്ച, ആകാശമാണോ സൃഷ്ടിച്ചെന്ന് ചോദിച്ചാൽ അല്ല. നമ്മളെ ഓരോരുത്തരെയും ദൈവം ആത്മാവിൽ നമ്മുടെ സൃഷ്ടിപ്പ് നടന്നു കഴിഞ്ഞിരുന്നു. ഹല്ലേലൂയ. അപ്പൊ വെളിപ്പാട് നമ്മൾ പ്രാപിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൽ നമ്മൾ ആയി കഴിയുമ്പോൾ, നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതിന് അപ്പുറം നമുക്ക് പലതും കാണാൻ പറ്റും. ആത്മാവിലേക്ക് നമ്മൾ കയറി കഴിയുമ്പോൾ പലപ്പോഴും നമ്മൾ മനുഷ്യ ബുദ്ധിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങൾ നമുക്ക് വെളിപ്പെട്ട് വരാൻ തുടങ്ങും. അപ്പൊ ആത്മീകൻ എപ്പോഴും ജഡപ്രകാരം കണ്ടുകൊണ്ട് പോകുന്നവനല്ല ഒരു ആത്മീകൻ എന്ന് പറയുമ്പോൾ. ഒരു ആത്മീകൻ എപ്പോഴും ആത്മാവിൽ സഞ്ചരിക്കുന്നവനാകണം. നമ്മൾ നടത്തുന്ന യുദ്ധം ജഡയുദ്ധമല്ല. ഇന്ന് പലരും ജഡയുദ്ധം നടത്തുന്നുണ്ട്. പല സഭയിലും കസേരയൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുമ്പോഴും ഇലക്ഷൻ വരുമ്പോൾ മറ്റേ ഓപ്പോസിറ്റ് ഇരിക്കുന്ന സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി ആ കസേരയ്ക്ക് വേണ്ടിയിട്ട് പലതും പറയുമ്പോഴും വിളിച്ചു പറയുമ്പോഴും ഒക്കെ അവർ ജഡത്തിൽ യുദ്ധം ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ആത്മീയൻ ഒരിക്കലും ജഡത്തിൽ യുദ്ധം ചെയ്യാനുള്ളവനല്ല. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു വ്യക്തിയിൽ അവരെ ചില സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ കാണുമ്പോൾ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ നമ്മൾ അത് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ അവരുടെ വ്യക്തിപരമായിട്ട് ജീവിതത്തിലേക്കല്ല കടന്ന് കയറുന്നത്. അത് ആത്മാവിൽ. ചില ആൾക്കാർ നമ്മുടെ പണ്ട് എന്നോട്ട് വിജയാഞ്ചൽ പാസ് തന്നൊരു ഉപദേശമാണ്. ഞാൻ പണ്ട് എപ്പോഴും ആർട്ടിക്കിൾസ് എഴുതുന്ന ഒരാളായിരുന്നു. ഇപ്പൊ നമ്മൾ വിശ്വാസി വന്ന സമയത്ത് ഇങ്ങനെ എപ്പോഴും ഓരോന്ന് കാണുമ്പോൾ കേൾക്കുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ എഴുതും. ചെറിയ റൈറ്റപ്പുകൾ എഴുതിയിട്ട് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ ഇടും. അപ്പോൾ ഒരാഴ്ച ഇങ്ങനെ നമ്മുടെ ഈ സഭകളിൽ നടക്കുന്ന കുറേ കൊള്ളരുതായ്മകൾ, കുറെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഹൃദയത്തിന് ചൂട് പിടിച്ചെന്ന് പറഞ്ഞാൽ ഞാനിത് തകർത്ത് വെച്ചങ്ങോട്ട് എഴുതി വലിയൊരു സംഭവം. ഹല്ലേലൂയ. എഴുതി കഴിഞ്ഞിട്ട് ഞാൻ എന്തെഴുതിയാലും വിജയഞ്ചൽ പാസ്റ്റർക്ക് ഇട്ട് കൊടുക്കുക. അതിപ്പോ പാസ്റ്റർ വായിച്ചിട്ടാണ് എന്നോട് അതിന്റെ കറക്ഷനൊക്കെ പറയുന്നത്, അഭിപ്രായം പറയുന്നത്. അതെല്ലാം നമുക്ക് അത് സിസ്റ്റർ ഇതിങ്ങനെ മാറ്റിയാൽ കൊള്ളായിരിക്കും, അല്ലെങ്കിൽ അതൊക്കെ പറഞ്ഞ് പുള്ളി അങ്ങനെ ഒരു ക്യാരക്ടർ. നമ്മൾ എന്ത് ചോദിച്ചാലും സമയം കണ്ടെത്തി അതിന് മറുപടി പറഞ്ഞു തരും. അപ്പൊ ഞാനിത് എഴുതിയപ്പോ അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നത്, എന്റെ പൊന്ന സിസ്റ്ററെ, ഇതൊന്നും അല്ല ശരിക്കും പറഞ്ഞ ഇപ്പോഴത്തെ സഭകളിൽ നടക്കുന്നത്. ഇതിനൊക്കെ അപ്പുറം കണ്ട വ്യക്തിയാണ് ഞാൻ. ഇതിനെക്കാട്ടി വലുതാ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ, സിസ്റ്റർ ഇത് എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ നിർത്താൻ പറ്റത്തില്ല. ഇത് എഴുതിക്കൊണ്ടേയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അത് കൂടി വന്നുകൊണ്ടിരിക്കും. ഇത് കുറഞ്ഞു വരികയല്ല. അതുകൊണ്ട് ഞാൻ ഒരു ഉപദേശം തരാം.
അല്ലെ ഇത് എഴുതാൻ നിൽക്കേണ്ട, അല്ലെങ്കിൽ ഇത് പറയാനും നിൽക്കേണ്ട, ഒരു മുട്ടുമടക്കി ഇത് പ്രാർത്ഥിക്കാമെങ്കിൽ തമ്പുരാൻ ഇറങ്ങി അടിച്ചാൽ ഇതുങ്ങളൊക്കെ ശരിയാകത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ അതിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. അപ്പൊ ഞങ്ങൾ അന്ന് ഞാൻ എൻ്റെ മോക്കറിയാം, ഞങ്ങൾ അന്ന് അവിടുത്തെ ഞങ്ങളുടെ കൂടെ ഉള്ള രണ്ട് സിസ്റ്ററൊക്കെ അത് മിനിസിസ്റ്റിങ് തന്നാൽ മതി, ഞങ്ങൾ ഇത് ഫോട്ടോസ്റ്റേറ്റ് എടുത്തിട്ട് അത് നമ്മുടെ ചർച്ചിന്റെ വാതിക്കെല്ലാം കൊണ്ടുവന്ന് സെക്യൂരിറ്റികളുടെ കൈ കൊടുത്തിട്ട് അവിടെ വരുന്ന എല്ലാവർക്കും കൊടുപ്പിക്കാം, അല്ലെങ്കിൽ ജനത്തിന് ബോധം വെക്കട്ടെ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തിരിക്കുക. ഹാലല്ലേ, കാരണം പ്രിന്റ് ചെയ്യുന്നില്ല, ഇത് എഴുതിയിട്ട് എല്ലാം മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കണമെന്നും പറഞ്ഞിട്ട്. ഹാലേ ഇപ്പോഴും എവിടെയാ എൻ്റെ ജിമെയിൽ എവിടെ അത് കിടപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഹാലേ അറ്റാച്ച് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അങ്ങനെ അല്ലെ അത്രത്തോളം അല്ലെ ആൾക്കാർ അത് അല്ലെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചപ്പോൾ ആ ദേവദാസന്റെ ഉപദേശം വന്നപ്പോഴത്തേന് ഞാനത് പിന്നെ അത് പബ്ലിഷ് ആർക്കും കൊടുക്കാനാകട്ടെ അല്ലെങ്കിൽ അത് ആർക്കെങ്കിലും അയക്കാനായിട്ട് ഒന്നും ഞാൻ തയ്യാറായില്ല. കാരണം വെച്ചാൽ ഞാൻ ശരിയാ, നമ്മൾ ഓരോ ദിവസം കഴിയും തോറും നമ്മൾ കാണുന്നത് കേൾക്കുന്നതും കൂടിക്കൂടി വരിക. അപ്പൊ അവിടെ അല്ലെ നമ്മളിത് എഴുന്നേക്കാട്ടി എഫക്റ്റാ നമ്മൾ അതിനു വേണ്ടി ഒന്ന് മുട്ടുമടക്കി പ്രാർത്ഥിക്കുമെങ്കിൽ. ഹാലയില്, കാരണം നമ്മൾ എഴുതുമ്പോ എന്താ ചെയ്തത്, നമ്മളത് ജഡത്തിൽ പോരാടുന്നവരായി മാറുക ചെയ്യുന്നത്. മറ്റുള്ളവരോട് ഇത് പറഞ്ഞ് വിളിച്ച് പറഞ്ഞ് മറ്റുള്ളവരെ ഇത് കാണിച്ചു കൊടുത്ത് മറ്റുള്ളവർ ഇത് വായിക്കുക, ഇത് ദൈവവിശ്വാസികൾ മാത്രമല്ല വായിക്കുക. നമ്മളിത് എഴുതി കഴിഞ്ഞാൽ ഹല്ലേലൂയ, നമ്മളിത് വാട്സപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ മറ്റെവിടെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ ചിലപ്പോൾ സ്പ്രെഡ് ചെയ്ത് ഇത് അവിശ്വാസിയുടെ കരത്തിലൂടെ എത്തും. അപ്പൊ അവിശ്വാസികളാരെന്ത് മനസ്സിലാക്കും, സഭയ്ക്കുള്ള നടക്കുന്ന കള്ളത്തരങ്ങളും കപടതകളും മനസ്സിലാക്കാൻ തുടങ്ങും. ഹാലലൂയ. അപ്പൊ അത് ദൈവസഭയുടെ എന്താ പറയാ, ദൈവനാമം ദൂഷിക്കപ്പെടാൻ കാരണമാകും. അപ്പൊ നമ്മൾ അവിടെ ജഡത്തിലല്ല പോരാടേണ്ടത്, ഇവിടെ ആത്മാവിൽ പോരാടുക എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ആത്മാവിൽ കയറി പ്രാർത്ഥിക്കുമ്പോൾ ആത്മമണ്ഡലത്തിൽ കയറി പ്രാർത്ഥിക്കും. നമ്മൾ ചില ദുരാത്മ ശക്തികളെ വെട്ടുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ജീവിതത്തിൽ നിൽക്കുന്നത് വെട്ടുന്നത് ആത്മമണ്ഡലത്തിലാണ് അത് വെട്ടുന്നത്. ഹാലേലി. അപ്പൊ ആത്മാവിൽ യുദ്ധം ചെയ്യുന്നവരായി നമ്മൾ മാറും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ശക്തിയാണ് ഹാലേലി. ഇപ്പൊ നമ്മൾ പറയാം അത്യന്ത ശക്തി വേണം, അമിത ശക്തി വേണം. ഹാലേലിയ. ഹാലേലിയ എന്താ പറയാ, അളവറ്റ ശക്തി വേണം. ഹാലേലിയ. ഈ ശക്തി പ്രാപിക്കും തോറും, നമ്മൾ ഓരോ ദിവസം കഴിയും തോറും നമ്മൾ വ്യാപരിക്കുന്ന ശക്തി. ഹാലേലിയ. ഇത് നമ്മളിലേക്ക് വരുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന കാര്യം വെച്ചാൽ പൗലോസിന്റെ രണ്ടാമത്തെ പ്രാർത്ഥനയെ അകത്ത മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടാൻ തുടങ്ങും. അകത്ത മനുഷ്യൻ ശക്തിയോട് ബലപ്പെടുമ്പോൾ പുറത്തെ മനുഷ്യൻ ജഡികമായ സ്വഭാവങ്ങളൊന്നും അവിടെ ഹാലേലിയ അത് നടപ്പിലാക്കാൻ സാധിക്കത്തില്ല. പ്ലാനിങ് ഉണ്ടാവും, പദ്ധതി ഉണ്ടാവും, ഹാലേലിയ ഇതൊക്കെ ഉണ്ടാവും, പക്ഷെ നടപ്പിലാക്കാൻ സാധിക്കത്തില്ല. കാരണം എന്താ വെച്ചാൽ അകത്ത മനുഷ്യൻ തീരുമാനിക്കുന്നിടത്തേക്ക് നമ്മൾ നടക്കത്തുള്ളൂ. അകത്ത മനുഷ്യൻ തീരുമാനത്തിലേക്ക് നമ്മൾ എടുക്കുക. അതുകൊണ്ട് അവിടെ നമ്മൾ 3-ാം അധ്യായത്തിന് പറയുന്നത് ഇവിടെ പറയുന്ന ദൈവത്തിന്റെ നിറവിനോളം നിറഞ്ഞു വരികയും ചെയ്യണമെന്ന്. എന്നാൽ നാം ചോദിക്കുന്ന എനിക്ക് അത്യന്തപരമായി ചെയ്യാൻ നമ്മിൽ വ്യാപരിക ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുവേശിലും എന്നേക്കും തലമുറ മഹത്വം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ നമ്മൾ ആയിക്കഴിയുമ്പോൾ ഹല്ലേലൂയ, നമ്മൾ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. ഹാലലൂയ. അപ്പൊ നമ്മുടെ അകത്ത മനുഷ്യ ശക്തിയോടെ ബലപ്പെട്ട് കഴിയുമ്പോൾ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി മതി. നമ്മൾ ചോദിക്കുന്നതിനെക്കാട്ടി നനയ്ക്കുന്നതിനെക്കാട്ടി ചിന്തിക്കുന്നതിനെക്കാട്ടി അപ്പുറം നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ തന്നെ ചിലപ്പോൾ ശുശ്രൂഷയ്ക്കൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, ഹാലലൂയ ദൈവമേ, ഇങ്ങനെയൊക്കെ ഭൂതങ്ങളൊക്കെ വിട്ടുമാറും, നമ്മൾ പ്രാർത്ഥിച്ചാലും പോകുമോ, പൈശാചിക ശക്തിയിൽ അഴിഞ്ഞു മാറുമോ. അല്ലെങ്കിൽ ഈ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേന് നമ്മളിങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മുടെ വായിലൂടെ വന്ന് അങ്ങ് പറയാ. ചിലപ്പോൾ നമ്മൾ വിഷയം കണ്ടൊന്നും അല്ല പലതും പറയുന്നത്. പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവം കറക്റ്റ് ആണെന്നൊക്കെ ഒരു തോന്നലൊക്കെയാണ്. പക്ഷേ ഇച്ചിരി കഴിയുമ്പോൾ അവർ തന്നെ വന്ന് നമ്മളോട് തന്നെ വന്ന് പറയും, സിസ്റ്റർ ഇതങ്ങനെയാണ്, കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ വേറെ പ്രവാചകം പ്രവചിച്ച കാര്യം തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇത് സത്യമാണ്, കഴിഞ്ഞ കാര്യം, അങ്ങനെ അവർക്ക് അറിയാലോ. അപ്പൊ അതിങ്ങനെ ഓരോരുത്തർ അപ്പൊ തന്നെ വന്ന് പറയുമ്പോൾ നമുക്കൊരു ആശ്വാസം, ദൈവമേ ശരിയാണ് തോന്നുക. അപ്പൊ ഇത് നമ്മൾ ചിന്തിക്കുന്നതിനെക്കാട്ടി അപ്പുറമായിട്ടാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളിലൂടെ ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കുന്ന, നമ്മൾ ആഗ്രഹിക്കുന്നതിനെക്കാട്ടി അപ്പുറമായിട്ട് ദൈവാത്മാവ് നമ്മൾ പക്ഷെ ഇതെങ്ങനെയാ ചെയ്യുന്നത് വെച്ചാൽ നമ്മളുടെ ഈ ശക്തി പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കണം. ഹാലേലിയ. ഇത് വ്യാപരിക്കുന്ന അളവറ്റ ശക്തിയുടെ വലിപ്പം നമ്മൾ തിരിച്ചറിയാം. അപ്പൊ അളവറ്റ ശക്തി നമുക്ക് വേണ്ടി വ്യാപരിച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ ഈ അകത്ത മനുഷ്യൻ കരുത്തനായി മാറിക്കഴിയുമ്പോഴാണ് ഇത് സാധിക്കുക. അപ്പൊ അതുകൊണ്ട് അകത്ത മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുന്നത് പരിശുദ്ധാത്മാവ് ഹാലേലിയ അതിന്റെ ശക്തിയിൽ നമ്മൾ
ആയിത്തീരും, അല്ലെ പരിശുദ്ധാത്മ ഗൈഡ് ചെയ്യുന്ന പോലെ പരിശുദ്ധാത്മ അനുസരിച്ച് നടക്കുമ്പോൾ ആത്മാവിന്റെ നിയന്ത്രണത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മുടെ അകത്ത മനുഷ്യൻ പൂർണ്ണമായ ഹാലയിലെ നമ്മുടെ മേൽ കർത്തൃത്വം നടത്താൻ തുടങ്ങും. സാറാമ്മ സിസ്റ്റർ ഇന്ന് 2:30 മുമ്പ് എഴുന്നേറ്റ് തന്നെ വിളിച്ചു. ഹലമിനി സിസ്റ്റർ 3 മണിയായില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താന്ന് ചോദിച്ചാൽ ഈ അകത്ത മനുഷ്യൻ ഹാലേലിയ കടന്നുറങ്ങാതെ എഴുന്നേൽപ്പിക്കുന്നത് അതൊക്കെ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താ നമ്മൾ 3 മണിക്ക് പ്രേയറിന് വെച്ചു നൽകും. 3 മണിയാകുമ്പോൾ നമ്മൾ എഴുന്നേക്കാൻ നോക്കുമ്പോൾ നമ്മുടെ ജഡമാണ് നമ്മളെ അനുസരിപ്പിക്കുന്നത്. ജഡം പരീക്ഷേനം കിടന്ന് ഉറങ്ങിക്കോ, ഇപ്പൊ എഴുന്നേക്കണ്ട. അവരൊരു പാട്ടൊക്കെ ഒരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞൊരു പാട്ടൊക്കെ പാടിയൊക്കെ കഴിഞ്ഞിട്ട് വചനം തുടങ്ങും. നമുക്ക് അത് കഴിയുമ്പോൾ കയറാം. അല്ലെ പറയും ആ വചനം കൂടെ കഴിയുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ, അന്യഭാഷ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ കയറാം. പ്രാർത്ഥനയല്ല നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. ഇപ്പൊ ഇത് കയറി കേട്ടിട്ടെന്ത് ചെയ്യാൻ? എത്രയും വചനം നമ്മൾ കേൾക്കും, നമുക്കിപ്പോൾ കയറണ്ട. ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെ പലതും നമ്മുടെ ജഡം നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ ജഡത്തിനെ അനുസരിച്ച് ജീവിക്കുന്നത് നമുക്ക് ക്ഷീണം ഉണ്ടാകും, വേദന. അപ്പൊ മുട്ടുമേലിരിക്കുന്ന ഇഷ്ടപ്പെട്ട് മുട്ടുമേലിരിക്കുന്ന ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ആരും ഉണ്ടാകത്തില്ല. പക്ഷേല് മുട്ടുമേലിരിക്കുമ്പം കാണാൻ സംഭവിക്കുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ മുട്ടുമേൽ ഇത് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് സാധാരണ നമ്മൾ ഇങ്ങനെയൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കും, കുറെ കഴിയുമ്പോൾ ദൈവശക്തി ഇങ്ങോട്ട് നമുക്ക് ആ ശരീരത്തിലൂടെ അനുഭവിക്കാൻ തോന്നുമെങ്കിൽ മുട്ടുമേൽ എനിക്ക് പെട്ടെന്ന് ഇത് പറ്റും. പെട്ടെന്ന് ഞാൻ ആത്മാവിലേക്ക് കയറും. കാലില്ല. കാരണം വെച്ചാൽ അത് പക്ഷെ മുട്ടുമേലിരിക്കാൻ നമുക്ക് പ്രയാസമാണ്. അല്പസമയം ഇരിക്കാൻ തന്നെ നമ്മുടെ ശരീരം പറയും മുട്ടുവേദനിക്കുന്നു, തിരിക്കിയിരിക്കുന്നു പറയും. ഹാലലുയ. അപ്പൊ നമ്മൾ ഉറക്കത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ കഴിയുമ്പോൾ ശരീരം പറയും, നമ്മളോട് പറയും, ജഡം പറയും ഇച്ചിരി കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറയും. അല്ലെങ്കിൽ ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ പറയും അവരൊക്കെ ബാക്കിയുള്ളവരെല്ലാം മ്യൂട്ട് ചെയ്ത് നമ്മൾ മ്യൂട്ട് ചെയ്തിരിക്കല്ലേ, ബാക്കിയുള്ളവരൊക്കെ പ്രാർത്ഥിക്കുകയല്ലേ, ഇത് കഴിയുമ്പോൾ കുറച്ച് സമയം എടുക്കും, എന്തായാലും വേണേൽ നമുക്ക് വേണേൽ ഇച്ചിരി കരിഞ്ഞ് കൊണ്ട് ഉറങ്ങിയേക്കാം എന്ന് പറയും. അല്ല ഇതെന്താ പറയുക, നമ്മുടെ ജഡം ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ നമ്മൾ ജഡത്തിന്റെ കൺട്രോളിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുകയും ചെയ്യും. പക്ഷെ നമ്മൾ ആത്മാവിന്റെ കൺട്രോളിലാണെങ്കിൽ നമ്മുടെ അകത്തെ മനുഷ്യൻ പറയും മോളെ നീ ഇപ്പൊ കിടക്കണ്ട, നീ ഇവിടുന്ന് പ്രാർത്ഥിക്കുന്നു പറയും, അല്ലെ നീ എഴുന്നേൽക്കെന്ന് പറയും, അല്ലെ നീ ഇങ്ങനെ ഇരിക്കാൻ പറയും, അല്ലെങ്കിൽ ഒരു അകത്ത്. അപ്പൊ നമ്മൾ എന്തിനെ അനുസരിക്കുന്ന അകത്ത മനുഷ്യൻ പറയുന്ന അനുസരിക്കുന്നെങ്കിൽ മനസ്സിലാക്കിക്കോണം, നമ്മുടെ അകത്ത മനുഷ്യൻ കരുത്തനാണ്, ശക്തിയോടെ ബലപ്പെട്ടിട്ടുണ്ട്. അല്ലെ അകത്ത മനുഷ്യന്റെ നിയന്ത്രണത്തിലാണ് നമ്മൾ എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലാണ് നമ്മൾ എന്ന് അല്ലെ നമുക്ക് മനസ്സിലാകും. അങ്ങനെ ആകുമ്പോഴാണ് നാം ചോദിക്കുന്നതിന് അത്യന്തപരമായി നമ്മിൽ വ്യാപക ശക്തി, പുറത്തുനിന്ന് ഒരു ശക്തിയും വന്നിട്ട് നമുക്കൊന്നും ചെയ്തു തരത്തില്ല. ഹല്ലേലൂയ. നമ്മൾ വ്യാപരിക്കുന്ന ദൈവം നമുക്ക് തന്നിരിക്കുന്ന പരിശുദ്ധാത്മ നമ്മൾ വരുമ്പം പരിശുദ്ധാത്മ എന്തൊക്കെ ചെയ്യുന്ന പറഞ്ഞത്, നമുക്ക് സകല സത്യത്തിൽ നമ്മളെ വഴി നടത്തും, പോകേണ്ട വഴി കാണിച്ചതിനും വെച്ച് ആലോചന പറഞ്ഞു തരും. ആത്മാവ് ഒരുവനിൽ ഉണ്ടെങ്കിൽ മറ്റാരും നമ്മളെ നടത്തേണ്ട ആവശ്യമില്ല. ആത്മാവ് തന്നെ നമ്മളെ നടത്തും. അയ്യോ ദൈവം എനിക്ക് എന്നെ ഗൈഡ് ചെയ്യാൻ ആരുമില്ല, എന്നെ ലീഡ് ചെയ്യാൻ ആരുമില്ലായിരുന്നു, എനിക്ക് ഉപദേശിക്കാൻ ആരുമില്ലായിരുന്നു, എന്നെ നടത്താൻ ആരുമില്ല എന്നൊക്കെ പരാതി പറയുന്നവർ മനസ്സിലാക്കിക്കോണം, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണെങ്കിൽ നിങ്ങൾ ആരും ഉപദേശിക്കേണ്ട ആവശ്യമില്ല. പരിശുദ്ധാത്മാവ് തന്നെ നമ്മൾ ഉപദേശിക്കും. പക്ഷെ അത് കേട്ടനുസരിച്ച് നടന്നാൽ മാത്രം മതി. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും പരിശുദ്ധാത്മാവ് നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും, പക്ഷെ നമ്മൾ ജഡത്തിന്റെ ഇഷ്ടം ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ആത്മാവിൽ വളരാൻ കഴിയത്തില്ല. ആത്മാവിൽ വളരണം. അപ്പൊ നമ്മൾ ഈ പ്രഭാത പ്രാർത്ഥനയിൽ, പ്രത്യേകിച്ച് സാറ്റർഡേ മോർണിംഗ് പ്രേയറിൽ നമ്മൾ ഇരിക്കുന്നത് നമ്മുടെ മനുഷ്യൻ ശക്തിപ്പെടാനാണ്, നമ്മൾ ആത്മാവിന്റെ നിറവിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ ഓരോ ദിവസം കഴിഞ്ഞ് ശക്തി പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ ശക്തി പ്രാപിക്കണമെങ്കിൽ ഹല്ലേലൂയ ഒടുവിൽ കർത്താവിൽ അവന്റെ അമിത ബലത്തിന് ശക്തിപ്പെടുമെന്ന് പറഞ്ഞ പോലെ ഒടുവിലിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്രമീകരിക്കണം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ദൈവസന്നിധിയിൽ കീഴടങ്ങണം, പരിശുദ്ധാത്മാവിന് നമ്മൾ കീഴടങ്ങണം. ഹല്ലേലൂയ. നമ്മുടെ ജഡം എപ്പോഴും ആത്മാവിന്റെ എതിർത്ത് നിൽക്കാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ പ്രേരിപ്പിക്കുമ്പോൾ നമ്മൾ ആത്മാവിനെ കീഴടങ്ങാനായിട്ട് ഓരോ ദിവസം കഴിയുന്ന ആത്മാവിനെ കീഴടങ്ങും. പലപ്പോഴും സാധിക്കാറില്ല. ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യം പറയുന്നത്. പലപ്പോഴും നമ്മളോട് ആത്മാവ് പലതും പറയുമ്പോൾ അതിനെയൊക്കെ ഇഗ്നോർ ചെയ്തുകൊണ്ട് നമ്മൾ ജഡത്തിന്റെ ഇഷ്ടങ്ങൾ പലതും ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെ ആയി കഴിയുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ മുൻപോട്ടുള്ള പോക്ക് പലയിടത്തും തടസ്സപ്പെടും. നമ്മുടെ പല നന്മകളും ബ്ലോക്ക് ആകും. കാരണം അത് പിശാച് കയറി പിടിക്കുന്ന, അല്ല ദൈവം ബ്ലോക്ക് ചെയ്യുന്ന ഒന്നുമല്ല. നമ്മൾ എവിടെങ്ങനെയാണ് നമുക്ക് വേണ്ടെന്ന് ചോദിക്കുന്നതിനൊക്കെ അത്യന്തപരമായി ചെയ്യാൻ നമ്മിൽ വ്യാപക ശക്തി. അപ്പൊ നമ്മളിലെ ശക്തി കുറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വ്യാപക ശക്തിക്ക് അതിനെ ജയിച്ചു കയറാൻ പറ്റുന്നില്ലെങ്കിൽ, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന തടസ്സങ്ങളെ ചാടിക്കിടക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളെ കാര്യങ്ങൾ അവിടെ തന്നെ നിൽക്കും. ദാവീദ് പറഞ്ഞ നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് പാഞ്ഞില്ല, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കുമെന്ന അല്ലേ.
ദാവീദ് ഗോലിയാത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലുമ്പോഴും ഹാലയിലെ ഗോലിയാത്ത് വെല്ലുവിളിച്ച് ഗോലിയാത്തിനെ ചെല്ല് ദാവീദ് പറഞ്ഞേ, എന്റെ ദൈവമായ ഇസ്രായേൽ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നു എന്ന് പറഞ്ഞല്ല, ഞാൻ എന്റെ ശക്തിയിൽ ഞാൻ അങ്ങോട്ട് വരുന്നു, ഇത്രയും നാൾ ഞാൻ അഭ്യസിച്ച് ഇതിൽ വരുന്നു എന്നല്ല പറഞ്ഞത്. അവിടെ നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ നാമത്തിൽ ചെല്ലുമ്പോൾ ഹാലില്ല, ദാവീദിന് വേണ്ടി ആരെ യുദ്ധം ചെയ്ത്? ദൈവം തന്നെ യുദ്ധം ചെയ്ത്. എക്സാക്ട്ലി. ദാവീദിന്റെ കയ്യിൽ നിന്ന് ഒരു കല്ല് പുറപ്പെട്ട് നെറ്റിയിലേക്ക് ചെന്ന് അടിച്ചപ്പോൾ അവൻ പുറകിൽ നിന്ന് മുൻപിലേക്ക് മല്ലനെ അടിച്ചു വീഴുകയാണ് ചെയ്ത്. പുറകോട്ടല്ല വീണത്, വല്ല മുമ്പോട്ടാ വീണേക്കുന്നത്. ഹല്ലേലൂയ. ആമീൻ. അവിടെ നമ്മൾ ആ ശക്തിയാണ് അവിടെ ചെയ്തത്. പലപ്പോഴും നമുക്ക് ഹല്ലേലൂയ ആമീൻ ഇസ്രായേൽ ജനത്തിന് യുദ്ധങ്ങൾ എടുത്തു നോക്കുമ്പോൾ ആമീൻ ദൈവം തന്നെ യുദ്ധം ചെയ്ത് നമുക്ക് മനസ്സിലാകുന്നു. പലയിടത്തും അവർ യുദ്ധം ചെയ്യാതെ തന്നെ ആമീൻ ശത്രുവിനെ തോൽപ്പിക്കുന്നു മനസ്സിലാവും. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ അവരുടെ സൈന്യത്തെ ഉപയോഗിച്ചിട്ടല്ല അവർ യുദ്ധം ചെയ്തേക്കുന്ന പലയിടത്തും. അതുപോലെ നമ്മൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന, നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ആത്മാവിന്റെ ശക്തി നമ്മൾ വ്യാപരിക്കുമ്പോൾ ആമീൻ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലങ്ങളെ മാറ്റുന്നത് നമ്മുടെ ശക്തിയിലല്ല, നമ്മുടെ വലിപ്പം കണ്ടിട്ടല്ല. പണ്ടൊരിക്കൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എബ്രഹാം പാസ്റ്റർ പറഞ്ഞ കണക്ക് ആമീൻ 65 കിലോ തൂക്കം കണ്ടിട്ടല്ല ഹാലേലൂയ എന്ന് പറഞ്ഞിട്ട് ആമീൻ നിന്റെ മുമ്പിൽ ദുരാത്മാക്കൾ കീഴടങ്ങുന്ന നമ്മിലൂടെ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മ ശക്തിയാലാണ് സംഭവിക്കുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ പലപ്പോഴും പറ്റിപ്പോകുന്ന കാര്യം ഞാൻ പറയാം. നമ്മളെ എന്ന് ശുശ്രൂഷിക്കാൻ നിന്ന് ദൈവഭൂതം വിട്ടുമാറിയ രോഗി സൗഖ്യം അല്ലെ പ്രവചനം ശരിയായി കഴിഞ്ഞാൽ പിന്നെ നമ്മളെയാണ് പലരും കാണുമെന്ന് ശ്രമിക്കുന്നത്. ഇവിടെയാണ് പ്രശ്നം വരുന്നത്. അപ്പൊ നമ്മളും പിന്നെ അവര് നമ്മുടെ പുറകെ വരുമ്പോൾ നമ്മളും അല്ലേ ഇച്ചിരി സംഭവമായെന്ന് മാറി തോന്നും. പിന്നെ നമ്മളും നമ്മളെ തന്നെ കാണാൻ തുടങ്ങും. കണ്ണടി നോക്കാൻ കൊള്ളാട്ടെ, ഇന്നത്തെ ദിവസം ഞാൻ അങ്ങോട്ട് ചെന്ന അവിടെ വലിയൊക്കെ സംഭവിക്കുക എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ പോയി, കംപ്ലീറ്റ്ലി പോയി. നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാണ് ആ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി അത് നമ്മളിലൂടെ ദൈവം എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത് വെച്ചാൽ ഇത് നമ്മളിലൂടെ വ്യാപരിച്ച് നേരത്തെ പറഞ്ഞ പോലെ ഇത് ക്രിസ്തു നമ്മളിലൂടെ വെളിപ്പെടണം. ദൈവത്തിന്റെ നാമ മഹത്വം. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ദൈവനാമ മഹത്വത്തിനാക്കി ചെയ്യുമെങ്കിൽ നമ്മൾ പരിശുദ്ധാന്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ മഹത്വത്തിനാക്കി ഒന്നും മാറ്റുക. അപ്പൊ ഓരോ ദിവസവും നമ്മൾ ദിവസേന ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനെ ആമെ ശക്തിയെ പ്രാപിക്കാനായിട്ട് ആ അമിത ബലത്തിൽ നമ്മൾ നടക്കാനായിട്ട്, അത്യന്ത ശക്തിയിൽ നമ്മൾ നടക്കാനായിട്ട് ഹല്ലേലൂയ ആമേ ഇതിനൊക്കെ വേണ്ടി നമ്മൾ ഇരിക്കുന്നെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തെ വീണ്ടും ക്രമീകരിക്കപ്പെടാനുള്ള മേഖല ക്രമീകരിച്ചുകൊണ്ട് നമുക്ക് ദൈവസേനയിലായിരിക്കാം. ഇന്ന് തുടങ്ങിയിട്ട് ശനിയാഴ്ച ദിവസം വൈകിട്ട് 3 മണിക്ക് ഇന്ത്യൻ ടൈം 3 മണിക്ക് അല്ല, UAE ടൈം 3 മണിക്ക് ഹല്ലേലൂയ നമ്മൾ ഇന്ത്യൻ ടൈം 4:30 വീണ്ടും ഒരു പ്രാർത്ഥന കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എത്ര ദിവസം അത് മുടക്കം കൂടാതെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്താണെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് അന്യഭാഷ അഭിഷേകം ലഭിക്കാത്തവർക്ക് വേണ്ടിയിട്ടും അന്യഭാഷ ലഭിച്ചിട്ട് 1-2 വാക്കുകൾ മാത്രം പറഞ്ഞിരിക്കുന്ന നമ്മളെ പോലെ ബിഗിനേഴ്സ് ആയിരുന്നപ്പോൾ നമ്മളും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ ഇരിക്കുന്നവർക്ക്, അവർക്ക് ആത്മാവ് വളരണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു സഹോദരിയുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ചെയ്യുകയാണ്. അത് ഇന്ന് തുടങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും പങ്കെടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കയറാം. ഹല്ലേലൂയ ആമേൻ. നിങ്ങൾ തന്നെ ചില സമയത്തൊക്കെ നിങ്ങളൊക്കെ എല്ലാവരും ഇപ്പൊ ആത്മാവ് നല്ലോണം പ്രാർത്ഥിക്കുന്നവരൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ അവരെ ഞാനില്ലെങ്കിൽ ലീഡ് ചെയ്യുകയും ഗീഡിയും ഒക്കെ ചെയ്യാം. ഹല്ലേലൂയ. അതിനായിട്ട് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാട്ടെ. ഈ വചനത്തെ എല്ലാവരെയും അനുഗ്രഹിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ഹല്ലേലൂയ. ഗോഡ് ബ്ലെസ് യു.